യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? അത് ബ്രേക്കപ്പ്. അത് ഇൻസ്പിറേഷൻ ലൈക്ക് സ്ഥിരം കേട്ടുമെടുത്തതാണെങ്കിലും പറയാൻ ഒരു സുഖമുള്ള സാധനം. അല്ല, ബ്രേക്കപ്പ് ഇസ് ഓൾവേസ് എ വേക്കപ്പ് കോൾ. അമ്മൂമ്മയുടെ ആധാർ കാർഡ് വെച്ച് ഞാൻ ആരും അറിയാതെ പോയി ഒരു ജിയോ സിം എടുത്തു. എന്നിട്ട് അതിനകത്ത് തുടങ്ങിയ ചാനലാണ് ഗാഡ്ജറ്റ് സിം. അമ്മൂമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മൂമ്മ ഇപ്പൊ വീട്ടിലുണ്ട്. പോലീസ് ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. ഗാഡ്ജറ്റ് സിം മലയാളം അടിച്ചു മാറ്റിയതാണ്. അതായത് ഇതിൽ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ആധാർ കാർഡ്, അമ്മൂമ്മയുടെ പേര് വല്ലവരുടെ? ആദ്യമായിട്ട് കേരളത്തില് ഐഫോൺ ഗിവ് അവേ ചെയ്തത് ഞാനാണ്. എന്താ കാലത്താണ്? ഐഫോൺ 10 ഇറങ്ങിയ സമയത്ത്. എനിക്ക് 2017-18 ആണെന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ഇത് ഷിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആക്ച്വലി ലൈവായിട്ടാണ് ഞാൻ അതിന്റെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്തത്. ഈ സെലക്ട് ചെയ്ത സമയത്ത് അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഐഫോൺ എല്ലാവർക്കും വാങ്ങാൻ പറ്റൂല, EMI ഒക്കെ കിട്ടാൻ തന്നെ പാടാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു വിന്നറിനെ ചൂസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടാതായപ്പോൾ അവർ ഫ്രസ്ട്രേഷൻ കാരണം ഈ ഡിസ്ലൈക്ക് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലൈവ് ഒന്ന് ഷട്ട് ഡൗൺ ആയി. ഒന്ന് സെറ്റായി കുറച്ച് കാശൊക്കെ കിട്ടാൻ തുടങ്ങിയത് എപ്പോഴാണ്? കാശ് അന്ന് പോലെ കിട്ടുമായിരുന്നു. ഒരു വർഷത്തിന്റെ അകത്ത് തന്നെ കാശ് നല്ലപോലെ കിട്ടുമായിരുന്നു. എന്നിട്ട് ഈ ഡൗൺഫോൾ കഴിഞ്ഞ് കയറി വന്നത് എപ്പോഴാ? 86 വരുമോ? അല്ല, പറഞ്ഞ പോലെ ഈ എല്ലാവരുടെ അടുത്തേക്കും വന്നപ്പോ താങ്കളുടെ അടുത്തേക്ക് വന്നായിരുന്നോ? ഉള്ളതാണോ? വീഡിയോ എടുത്ത് താഴ്ത്തു വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം. ഇത് കറക്റ്റ് ഉള്ളതാണ്. അയ്യോ ഇല്ല, അങ്ങനെ ചീത്ത കമന്റ് ഒന്നും അല്ല, ഇതൊരു ഡൗട്ടാണ്. ഐഫോണിന്റെ ക്ലാരിറ്റി മോട്ടറോള 30 എഡ്ജിൽ കിട്ടുമോ ബ്രോ? ഡെഫിനറ്റ്ലി കിട്ടൂല. പുതിയൊരു ഗാഡ്ജറ്റ് വന്ന, പുതിയൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണുകൾ തമ്മിലൊരു കമ്പാരിസൺ വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമല്ലോ, അതും ഇതും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ വരുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിലൊരു ഓപ്ഷനാണ് ആക്ച്വലി ഇന്ന് എൻ്റെ കൂടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലുള്ളത്. ഗാഡ്ജറ്റ് 1 മലയാളം, അതിന്റെ ക്രിയേറ്റർ അമൽ ഗോപാൽ. വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, ഞാനിങ്ങനെ വരുമ്പോഴില്ല, ഞാനൊരു ഓഫീസും ഒരു സ്റ്റുഡിയോ ഒന്നും പ്രതീക്ഷിക്കാതെ വരുന്നത്. അപ്പോൾ എത്ര നാളെടുത്തു ഏതാണ്ട് ഗാഡ്ജറ്റ് 1 മലയാളം ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് എത്താൻ? സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷമായി. ഈ ഒരു സെറ്റപ്പിലോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ട്. 1 വർഷത്തേക്ക്. അതിന് മുന്നേ ഉണ്ടായിരുന്നു ചെറിയൊരു സ്റ്റുഡിയോ, എവിടെ തൊട്ടടുത്ത് തന്നെ. പിന്നെ ഇങ്ങോട്ടേക്ക് മാറി. ഇപ്പൊ എങ്ങനെയുണ്ട് സെറ്റപ്പ് മൊത്തം? ഇനി മാറ്റണം. അടുത്ത നമ്മളൊരു പുതിയൊരു സെറ്റപ്പിലേക്ക് മാറ്റാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അതിലിങ്ങനെ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താ ഗാഡ്ജറ്റ് 1 മലയാളത്തിന്റെ? ഇപ്പൊ ചാനലിന്റെ സ്റ്റേറ്റസ് ആണോ? നന്നായിട്ട് തന്നെ പോകുന്നു. ലൈക്ക് നമ്മുടെ ചാനലിന്റെ ഒരു പുതിയൊരു നീഷൊക്കെ കണ്ടുപിടിച്ചിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എത്ര സബ്സ്ക്രൈബേഴ്സ്? 1.12 ആണെന്ന് തോന്നുന്നു. ഗുഡ് ജോബ്. എത്ര പ്ലേ ബട്ടൺസ്? 3 സിൽവർ പ്ലേ ബട്ടൺ, 1 ഗോൾഡ് പ്ലേ ബട്ടൺ. അതെന്തി 3 സിൽവർ പ്ലേ ബട്ടൺ? ഒരെണ്ണല്ലേ കിട്ടുള്ളൂ? അല്ല, എൻ്റെ മെയിൻ ചാനലുണ്ട്, പിന്നെ അമൽ ഗോപാൽ എന്ന് പറഞ്ഞൊരു വ്ളോഗിങ് ചാനലുണ്ട്, പിന്നെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ചാനലിന്റെ 2 പ്ലേ ബട്ടൺ. ഇതിനൊക്കെ കൂടി എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഇത്രയും ചാനലിൽ വീഡിയോ ഇടണ്ടേ? ഇപ്പൊ വീഡിയോ ഇടാറില്ലെന്നേ ഉള്ളൂ, പക്ഷെ മുന്നേ ഇടുമായിരുന്നു. ഈ കോവിഡും അതിന് മുന്നേ ഒക്കെ നമ്മൾ റെഗുലറായിട്ട് സ്ട്രീം ചെയ്യുമായിരുന്നു, ഗെയിം സ്ട്രീം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് വ്ളോഗിങ് ഒക്കെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഗാഡ്ജറ്റ് 1 മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും ബിസിനസ്സും കൂടെ ഒക്കെ ആയപ്പോൾ പിന്നെ മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു, ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി കോവിഡ് വന്നപ്പോഴാണ് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോഴാണ് യൂട്യൂബ് ചാനലിന്റെ ഓണേഴ്സിന്റെ നമ്പർ കൂടുന്നത്. ഇത് അതുക്കും മുന്നേ തുടങ്ങിയതാണല്ലോ. ആ യൂട്യൂബ് ചാനൽ എന്നുള്ള തോട്ട് വന്നത് എങ്ങനെയാ? യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? അത് ബ്രേക്കപ്പ്. അത് ഇൻസ്പിറേഷൻ. ലൈക്ക് സ്ഥിരം കേട്ടുമെടുത്തതാണെങ്കിലും പറയാൻ ഒരു സുഖമുള്ള സാധനം. അല്ല, ബ്രേക്കപ്പ് ഇസ് ഓൾവേസ് എ വേക്കപ്പ് കോൾ. അല്ല, ഈ ആളുകളൊക്കെ എല്ലാവരും സക്സസിലോട്ട് വരുന്ന ബ്രേക്കപ്പിന് ശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബ്രേക്കപ്പ് വന്നപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പറയാം വേണമെങ്കിൽ, ഭയങ്കര വൃത്തികെട്ട അവസ്ഥ. അതെ. അപ്പോൾ ആ സമയത്ത് അംബാനി ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് തന്നെ. അതുവരെ എന്നെ നല്ല വിശ്വാസമായിരുന്നു വീട്ടില്. അതുകൊണ്ട് എനിക്ക് ഇന്റർനെറ്റ് ഒന്നും എടുത്തു തന്നിട്ടില്ല. കമ്പ്യൂട്ടറൊക്കെ എടുത്തു തന്നു, പക്ഷെ ഇന്റർനെറ്റ് എടുത്തു തന്നില്ല. അതുകൊണ്ട് ഈ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് തന്നപ്പോൾ അമ്മൂമ്മയുടെ ആധാർ കാർഡ് വെച്ച് ഞാൻ ആരും അറിയാതെ പോയി ഒരു ജിയോ സിം എടുത്തു. എന്നിട്ട് അതിനകത്ത് തുടങ്ങിയ ചാനലാണ് ഗാഡ്ജറ്റ്. അമ്മൂമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മൂമ്മ ഇപ്പൊ വീട്ടിലുണ്ട്. പോലീസ് ഒന്നും പിടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ചാനൽ തുടങ്ങി. ആ ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താ? ഈ ഗാഡ്ജറ്റ്സിനോടുള്ള ഇഷ്ടം? ഗാഡ്ജറ്റ് ഞാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു, ഞാൻ 10 പഠിക്കപ്പോഴേ എൻ്റെ പോയിന്റ് ഷൂട്ട് ക്യാമറയിൽ ഇഷ്ടംപോലെ, അച്ഛന് സോണി ഫോണുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ഫോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പണ്ട് മുതലേ ഇതിനൊരു ക്രൈസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഫീൽഡാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ ടെക് ടോക്ക് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിനെ കണ്ട് ഇൻസ്പയർഡ് ആയാണ് ഇത് ചെയ്തു തുടങ്ങുന്നത്. പിന്നെ ഈ പേരിലേക്ക് എങ്ങനെ എത്തിയ? അതാണ് ഞാൻ
മലയാളം അതെ ഗാഡ്ജറ്റ്സ് വൺ മലയാളം അടിച്ചു മാറ്റിയതാ. അതായത് ഇതിൽ എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ആധാർ കാർഡ് അമ്മയുടെ പേര് വല്ലവരുടെ? അത് ഗാഡ്ജറ്റ്സ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ചാനൽ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കൊൽക്കട്ടയിലുള്ള ഒരു ഫോൺ കടക്കാരനാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടും. അപ്പോൾ ആ പുള്ളിയുടെ ചാനൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പുള്ളിയുടെ സൗണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിചാരിച്ചു അതിൽ നിന്ന് ഗാഡ്ജറ്റ്സിനെ അങ്ങ് അടിച്ചു മാറ്റാം. പിന്നെ വേറൊരു മലയാളത്തിലൊരു ചാനൽ ഉണ്ടായിരുന്നു, വൺ മലയാളം എന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു വൺ മലയാളം. അപ്പോൾ അതിൽ നിന്നൊരു വണ്ണും കൂടി എടുത്ത് പിന്നെ മലയാളം കൂടി ഇട്ട് പിന്നെ ഒരു ടെക് ടിപ്സ്. അപ്പോൾ ആ കാലത്ത് എല്ലാ ചാനലുകളിലും ടെക് ടിപ്സ് ഭയങ്കര മെയിൻ ആയിരുന്നു. അങ്ങനെ ഒരു കാറ്റഗറി ഒരു കാറ്റഗറി ഉണ്ട്. അത് ടെക് ടിപ്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ടെക് ചാനലാണ്. അപ്പൊ പിന്നെ ടെക് ചാനൽ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതും കൂടി ഇട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ കുട്ടിക്ക് എന്താ അത് അയാൾക്കും ഇയാൾക്കും കൂടി ഉണ്ടായ കുട്ടിയാണ് ആക്ച്വലി ഗാഡ്ജറ്റ് വൺ മലയാളം എന്നും പറയാം. പക്ഷെ വളർത്തിയത് ഞാനാണ്. അതാണ് ശരിയാണ്. ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, വളർത്തണമല്ലോ അല്ലെ. എന്നിട്ട് ഇത് ചാനൽ ഉണ്ടല്ലോ ഒന്ന് സെറ്റ് ആവാൻ എത്ര നാളെടുത്തു? എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന്റെ അകത്ത് നമ്മള് 50,000 സബ്സ്ക്രൈബേഴ്സിന് മേളിൽ പോയി ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ. പിന്നെ ഒരു നല്ല ഭയങ്കര കയറ്റമായിരുന്നു. പിന്നെ കുറച്ച് നല്ലപോലെ ഇടിഞ്ഞു. പിന്നെ വീണ്ടും കയറി വന്നു. ഇപ്പൊ 1 million ആയി. അതങ്ങനെയാണോ യൂട്യൂബ് ചാനൽ? യൂട്യൂബ് പൊതുവെ അങ്ങനെയാണ്, ടെക് ചാനൽ പൊതുവെ അങ്ങനെയാണ്. പിന്നെ എന്റെ സ്വഭാവം വെച്ചിട്ട് അതങ്ങനെ ആയി പോയതാ. ലൈക്ക് നമുക്ക് ആ അറിവില്ലാത്ത പ്രായമല്ലേ, നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നമ്മളടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നീ ചെയ്ത വീഡിയോ കൊള്ളൂല എന്ന് പറഞ്ഞാൽ നീ പോടാന്ന് പറയും. ആ ഒരു സെൻസിൽ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് നമ്മൾ റിയലൈസ് ചെയ്തു അങ്ങനെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്. പ്രൊഫഷണലായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഇമ്മച്ചുവറായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് കോൺട്രവേഴ്സി ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2017 മുതൽ ഒരു 20 വരെയൊക്കെ കോൺട്രവേഴ്സി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ടെക് ചാനൽ ഞാൻ തന്നെയായിരുന്നു. അറിയാലോ. അപ്പോൾ അതാ മെയിൻ ആയിട്ടുള്ള സംഭവം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ സെറ്റ് ആക്കി? ഇപ്പൊ അവരൊക്കെ ആയിട്ട് സെറ്റ് ആണോ? എല്ലാവരും സെറ്റ്. അതെങ്ങനെ സെറ്റായി? മിണ്ടാതിരിക്കും. അവരോട് മിണ്ടാതിരിക്കുന്നതാണോ അത് അവര് ചെയ്യുന്ന കാര്യം ആവശ്യത്തിന് മാത്രം മിണ്ടും. അപ്പോൾ അത് വേറെ പ്രശ്നമല്ല. നമ്മൾ ഓവറായിട്ട് മിണ്ടപ്പോഴാണ് പ്രശ്നം ഉണ്ടാവണേ. ലൈക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്പോൾ എൻ്റെ കണ്ടന്റിനെ കാര്യം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കണ്ടന്റും കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ മോശമായിട്ട് ആളുകൾ വാലിഡേറ്റ് ചെയ്യപ്പോൾ അതിനെ റിയാക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. കുറച്ചുകൂടി നല്ല രീതിക്ക് റിയാക്ട് ചെയ്യണം, പ്രൊഫഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതിരിക്കണമായിരുന്നു. അപ്പോൾ റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ ലൈക്ക് എൻ്റെ കുറച്ച് ഫാൻസ് എൻ്റെ കൂടെ, അവരുടെ കുറച്ച് ഫാൻസ് അവരുടെ കൂടെ. അതുപോലെ തന്നെ ഒരു ഗിവ് അവേ നടത്തിയതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പണി ഉണ്ടാക്കിയൊരു സാധനം. അതായത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേരളത്തിൽ വെച്ച് പോകുന്ന പണി കയറി പിടിക്കാന്നൊക്കെ പറയണം. പിന്നെ അതെ, ആദ്യമായിട്ട് കേരളത്തില് ഐഫോൺ ഗിവ് അവേ ചെയ്തത് ഞാനാ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്, ഐഫോൺ 10 ഇറങ്ങിയ സമയത്ത്. എനിക്ക് തോന്നുന്നു 2017-18 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഒരു ഐഫോൺ വേറൊരു ഗിവ് അവേ വിൻ ചെയ്തതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി കൊടുത്ത് കളയാന്ന് പറഞ്ഞ എൻ്റെ സന്തോഷം കാരണം അങ്ങ് കൊടുത്തു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇത് ഷിപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആക്ച്വലി ലൈവായിട്ടാണ് ഞാൻ അതിൻ്റെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്തത്. ഈ സെലക്ട് ചെയ്ത സമയത്ത് അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഐഫോൺ എല്ലാവർക്കും വാങ്ങാൻ പറ്റൂല, EMI ഒക്കെ കിട്ടാൻ തന്നെ പാടാ. അപ്പോൾ ഒരാൾക്ക് ഒരു വിന്നറിനെ ചൂസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടാതായപ്പോൾ അവർ ഫ്രസ്ട്രേഷൻ കാരണം ഈ ഡിസ്ലൈക്ക് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലൈവ് ഒന്ന് ഷട്ട് ഡൗൺ ആയി. എന്നിട്ട് വീണ്ടും ലൈവൊക്കെ വന്നു. പക്ഷേ ആളുകൾക്ക് എന്താണ് എന്നെ പറഞ്ഞെടുത്ത രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേക്ക് ചെയ്തു, ഗിവ് അവേ ഫേക്ക് ചെയ്തു. ആ സമയത്ത് ഒരു ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു പയ്യൻ ഒരു വീഡിയോ ഇട്ടു, ഒരു കാറിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് ഗാഡ്ജറ്റ്സ് മലയാളം ഉടായിപ്പാണ്, അവൻ ഈ ഫോൺ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുപോയി വിറ്റു, അതായത് എറണാകുളത്ത് എന്തോ കൊണ്ടുപോയി വിറ്റു എന്ന്. എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് ഞാൻ എറണാകുളം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് ബാഡായി. അത് ആക്ച്വലി ചാനലിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ അതിൽ നിന്നെല്ലാം കയറി വന്നു. എന്നിട്ട് ചാനൽ കയറി വന്ന് ഒന്ന് സെറ്റായി കുറച്ച് കാശൊക്കെ കിട്ടാൻ തുടങ്ങിയത് എപ്പോഴാണ്? കാശ് അന്നപോലെ കിട്ടുമായിരുന്നു. ഒരു വർഷത്തിന്റെ അകത്ത് തന്നെ കാശ് നല്ലപോലെ കിട്ടുമായിരുന്നു. എന്നിട്ട് ഈ ഡൗൺഫോൾ കഴിഞ്ഞ് കയറി വന്നത് എപ്പോഴാ? ITR വരുമോ? അല്ല, പറഞ്ഞ പോലെ ഈ എല്ലാവരുടെ അടുത്തേക്കും വന്നപ്പോ താങ്കളുടെ അടുത്തേക്ക് വന്നായിരുന്നോ? നമ്മളെല്ലാം ഫയൽ ചെയ്യും. കറക്റ്റാ ഉള്ളതാണോ? ഉള്ളതാ. ഫയൽ ചെയ്യും, കറക്റ്റാ ഫയൽ ചെയ്യും. അതെന്താ ഇങ്ങോട്ട് വരാതിരുന്നേ? അറിഞ്ഞൂടാ. ലൈക്ക് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നവരല്ലേ അവര് പോയിട്ടുള്ളേ. ഇത് അന്ന് തൊട്ട് കാശ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇതുവരെ ഒരുപാട് കാശ് ആയിട്ടില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിച്ചു വരുന്നത് അല്ലേ? അത് വിശ്വസിക്കണമായിരിക്കും. അല്ല, എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോ അടുത്ത വല്ല ഇതിലും റെയിലും വീണ്ടും ഇവിടെ വരുമായിരിക്കും. നമ്മള് വിളിച്ച് വരുത്തണ്ട. അതെ,
അല്ലപ്പോ പറ എങ്ങനെയാ ചാനൽ ആ ഡൗൺഫോൾ ഒക്കെ കഴിഞ്ഞിട്ട് ചാനൽ എപ്പോഴാണ് തിരിച്ച് ഒന്ന് കേറി സെറ്റ്? ചാനൽ ആ ഒരു പോയിന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 2017-23 ഇടയ്ക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡൗൺഫോൾ അതായിരുന്നു. അതിനുശേഷം പിന്നെ അത് ആക്ച്വലി ആ ഒരു ഡൗൺഫോൾ പിന്നെ നികത്താനായിട്ട് എനിക്ക് ഏകദേശം 2 വർഷം മുതൽ 3 വർഷം വരെ എടുക്കേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ അതിൽ നിന്ന് കയറി വന്നു എന്നുള്ളത് ലൈക്ക് അതൊരു ഭയങ്കര ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ പറ്റില്ല. കാര്യം ഒരു ടെക് ചാനലിൽ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ടെക് ചാനലിൽ വൈറൽ കണ്ടന്റും അല്ലെങ്കിൽ നമുക്ക് ഒരു 10 മില്യൺ വ്യൂസ് കയറുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ട്രെൻഡിങ് ആവുന്ന രീതിയിൽ നമുക്ക് ഒരു ടെക് ചാനൽ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റിവ്യൂ ചെയ്യുന്ന കാര്യം വെള്ളത്തിൽ മുക്കപ്പോ അത് അടിച്ചൊക്കെ പോകണം. നമ്മുടെ സഞ്ജു ടെക്ക് ചെയ്തത് അതേപോലെ അതെ, അടിച്ചു പോയില്ല, നമ്മൾ പരിചയപ്പെടുത്തിയൊന്നും അടിച്ചു പോയില്ല, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് വൈറലാവായിരുന്നു. പിന്നെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആദ്യമായിട്ട് 1 മില്യൺ അടിച്ച വീഡിയോ ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. മറ്റൊരാളുടെ ഫോൺ എങ്ങനെ ചോർത്താന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. കോള് ഫോൺ ചോർത്താന്ന് പറഞ്ഞാൽ ഫോണിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും 2018 ഇട്ടത്. അന്ന് ഇത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഞാൻ തന്നെ ടേക്ക് ഡൗൺ ചെയ്ത ആ വീഡിയോ. അതാണ് ആദ്യമായിട്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. അതൊക്കെ ആൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ അല്ലേ, എന്തിനാ കളഞ്ഞത്? അത് വേണ്ട, നമുക്ക് തന്നെ ജീവിതത്തിൽ പല പണികളും ഉണ്ടാവും വിചാരിച്ചിട്ടാണോ? അതാണ് ആദ്യം 1 മില്യൺ. അതാണ് ആദ്യം. ഇപ്പൊ എന്നിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസിൽ നിൽക്കുന്ന വീഡിയോ ഏതാ? അത് ആക്ച്വലി ഒരു 3D ഓഡിയോയുടെ ഒരു വീഡിയോ ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വ്യൂസ്. എനിക്ക് 20 മില്യൺ ആണെന്ന് തോന്നുന്നു. നോക്കണം. നൈസ്. ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യുമ്പോഴേ ഇത് നമ്മൾ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് കുറച്ചാലെങ്കിലും ഉപയോഗിച്ചാലേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ്സ്? അല്ല, ഞാൻ ഒന്നും വാങ്ങാറില്ല. കിട്ടാണ് ലൈക്ക് എല്ലാ സാധനങ്ങളും. ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു ഹെഡ്ഫോൺ ഞാൻ വാങ്ങിച്ചു. ഒരു സോണിയുടെ ഹെഡ്ഫോണും അതുപോലെ തന്നെ ഒരു കീബോർഡൊക്കെ വാങ്ങിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അല്ലാതെ എല്ലാം ഞാൻ ബ്രാൻഡുകളെടുത്ത് ചോദിച്ച്, അല്ലെ ബ്രാൻഡ് തന്നെ ഇങ്ങോട്ട് നമ്മളെടുത്ത് ഈ പ്രോഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡിയോ റൂമിൽ, എഡിറ്റിംഗ് റൂമിൽ നമുക്കൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തേക്ക് നമ്മൾ അത് ക്രൂഷ്യലായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഞാൻ യൂസ് ചെയ്യും. ഇപ്പോൾ വേറൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ എഡിറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ യൂസ് ചെയ്യും. അവർ നല്ലപോലെ യൂസ് ചെയ്തിട്ട് റിവ്യൂ ലൈക്ക് പോയിന്റേഴ്സ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, നല്ലത് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിടും. എന്നിട്ട് ഇത് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ തയ്യാറാക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എത്ര ദിവസം എടുക്കും അതിന്? നമ്മൾ ഒരു 15 to 20 days ആണ് യൂസ് ചെയ്യാറ് പൊതുവെ. അതുകൊണ്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ സിറ്റുവേഷനും വരാം. ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ ഇടുള്ളൂ. അതായത് ഒരു ഫോൺ നമുക്ക് കിട്ടി, ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഇടും, ഡീറ്റെയിൽഡ് റിവ്യൂ ഇടൂല. കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് പെയ്ഡ് സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. അത് അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. പെയ്ഡ് ക്യാമ്പയിൻസും വേറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പെയ്ഡ് സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ചാൽ പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് പറയുന്ന പോലെ നമ്മൾ ആ ഒരു ഫോണിനെ ഷുഗർ കോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ആളുകളൊക്കെ കഷ്ടപ്പെടുന്നത് എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ ഫോൺ വാങ്ങാനായിട്ട് എന്തുമാത്രം പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് വരുന്ന സമയത്ത് ആളുകൾ വാങ്ങിച്ചിട്ട് ഫോൺ പോരാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ശപിക്കും. അതെ, ശപിക്കുന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം ശപിക്കും. അവന് നല്ലത് മാത്രം ഉറപ്പായിട്ട് ശപിക്കും. അങ്ങനെയൊക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ITR ഒക്കെ വീട്ടിൽ വന്നൊക്കെ ഇരിക്കും. അതെ, അപ്പൊ കിട്ടിയിട്ടില്ലാന്ന് അർത്ഥം അല്ലേ? അല്ല, ശരിക്കും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ റിവ്യൂ പറഞ്ഞിട്ട് ചിലപ്പോ ഒരാൾക്കെങ്കിലും ഇപ്പൊ ഇത്രയും എല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ, നമ്മൾ പറയുന്ന റിവ്യൂ ചിലപ്പോ ആ പ്രോഡക്റ്റിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ചീത്തയായി പോവും, അങ്ങനെയൊക്കെ വരുമല്ലോ. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ വന്നിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാനത് വാങ്ങിയത്. ഞാൻ യൂസ് ചെയ്യുന്നിടത്തോളം അതിനൊരു കുഴപ്പമൊന്നും കാണൂല. പക്ഷെ അത് വാങ്ങിച്ച് വേറൊരാൾ ഒരു 2 മാസം യൂസ് ചെയ്യപ്പോൾ അതിനെന്തെങ്കിലും കേടുപാട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആൻസറബിൾ ആണ്. അവർ വന്ന് എൻ്റെ അടുത്ത് നമ്മളടുത്ത് ചിലർ ചീത്ത വിളിച്ച് ചോദിക്കും, ചിലർ മാന്യമായിട്ട് ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കണം. ബ്രോ ഇങ്ങനെ പറ്റിപ്പോയി, അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഫോണിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ. ലൈക്ക് ബ്രാൻഡിന് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് എളുപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത്. ബാക്കി ഗാഡ്ജറ്റുകൾ ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞതൊന്നും ബ്രാൻഡ് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അല്ലാത്തതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കാം. ഈ സ്മാർട്ട് ഫോണിന് പെയ്ഡ് റിവ്യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, ബാക്കി ഗാഡ്ജറ്റ്സ് ബാക്കിയൊക്കെ ചെയ്യും. അപ്പൊ അത് വിശ്വസിക്കരുതെന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല. ലൈക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇരിക്കും സ്മാർട്ട് ഫോൺ. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാനൊരു പുതിയൊരു ഐഫോൺ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിച്ചു. അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ബാറ്ററി ഡ്രെയിനിങ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ
ആ ഒരു ഫോണിന്റെ പെർഫോമൻസും എന്നാൽ മാന്യമായിട്ട് കുറച്ച് ആപ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് വാലിഡ് ആണെന്ന് തോന്നുന്നില്ല, അതായത് ജെന്യുവൻ ആയിട്ട് റിവ്യൂ ആണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇപ്പോൾ പെയ്ഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പൊതുവേ ആപ്ലിക്കേഷൻസ് മാത്രമേ പെയ്ഡ് ചെയ്യാറുള്ളൂ. എനിക്ക് പൊതുവേ വരുന്നതും അങ്ങനെയാണ്. ആപ്പ് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അതാണ് കുറച്ച് ഫേമസ്. അപ്പോൾ എനിക്ക് കൂടുതലും പ്രൊമോഷൻസ് വരുന്നത് ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളാണ്. ഈ ഗാഡ്ജറ്റുകളൊക്കെ വരാറ് ഭയങ്കര കുറവാണ്. നമ്മൾ കൂടുതലും ഗാഡ്ജറ്റ് ബാർട്ടർ ബേസിസ് എന്ന് പറയും. അതായത് നമ്മൾ അവർക്ക് റിട്ടേൺ ആയിട്ട് വീഡിയോ കൊടുക്കുക, അവർ നമുക്ക് പ്രോഡക്റ്റ് തരും. അതിൻ്റെ ഇടയിൽ പൈസ പരിപാടികളൊന്നുമില്ല. അതെ. അപ്പൊ പിന്നെ എന്താണ് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മോണിറ്റൈസേഷൻ മാത്രമേ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ആപ്ലിക്കേഷന്റെ പ്രൊമോഷൻ അങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ഇനി വീഡിയോയുടെ താഴ്ത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ഞാൻ വായിക്കാം. ഇത് കറക്റ്റ് ഉള്ളതാണ്. അയ്യോ ഇല്ല, അങ്ങനെ ചീത്ത കമന്റ് ഒന്നും അല്ല, ഇതൊരു ഡൗട്ടാണ്. ഐഫോണിന്റെ ക്ലാരിറ്റി മോട്ടറോള 30 എഡ്ജിൽ കിട്ടുമോ ബ്രോ? ഡെഫിനറ്റ്ലി കിട്ടൂല. ലൈക്ക് ഐഫോൺ യൂസ് ചെയ്യുന്ന സെൻസർ ഡിഫറെൻ്റ് ആണ്. ഐഫോണിൻ്റെ അകത്തുള്ള ഈ ഒരു അൽഗോരിതം, ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് ലൈറ്റ് കൂടുതലാണെങ്കിൽ ലൈറ്റ് കുറയ്ക്കണം, എത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് കുറയ്ക്കണം, ഇത്ര എമൗണ്ട് ഓഫ് ലൈറ്റ് കൂട്ടണം, ഇത്ര എമൗണ്ട് ഓഫ് ഡൈനാമിക് റേഞ്ച് കുറയ്ക്കണം എന്നൊക്കെ പറയുന്ന അൽഗോരിതം ഡിഫറെൻ്റ് ആണ്. എന്നാൽ മോട്ടോയ്ക്കകത്തുള്ള അൽഗോരിതം ഡിഫറെൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണുമായിട്ട് ഐഡൻറ്റിറ്റിക്കൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ജസ്റ്റ് ക്യാമറ എടുത്ത് ഇപ്പോൾ 2 ഫോണും എടുത്തിട്ട് ഒരു ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും, ഡീറ്റെയിൽസിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഐഫോൺസ് എപ്പോഴും ബെറ്റർ ആണല്ലോ അതിൽ. പിന്നെ കളർ വൈസ് എനിക്ക് കുറച്ചുകൂടി മോട്ടോ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി. ഐഫോൺസ് കുറച്ചൊന്ന് ഒരു മഞ്ഞ ഷെയ്ഡ് കുറച്ച് വാമാക്കാറുണ്ട്. ഓ ഓക്കെ, ശരി. ഇനി ഈ കമന്റുകൾ വരുന്നത്, ചില കമന്റിനൊന്നും ഞാൻ റിപ്ലൈ ഒന്നും കണ്ടിട്ടില്ല. കുറെ കമന്റുകൾ താഴത്ത് യൂട്യൂബ് വീഡിയോസിന്റെ താഴത്ത് വരുമല്ലോ, ഇതൊക്കെ താനെ റിപ്ലൈ ഇടുന്നതാണോ അതോ ടീം മൊത്തം ഇരുന്ന് റിപ്ലൈ ഇടുന്നതാണോ? ടീം മൊത്തം. താങ്കൾ റിപ്ലൈ ഇടാറുണ്ട്? ഞാൻ റിപ്ലൈസ് എല്ലാം ഞാൻ കൊടുക്കുന്നത്. ഈ ലൈക്കും ലവും കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ അവര് ചെയ്യുന്നത്. റിപ്ലൈസ് എല്ലാം ഞാൻ തന്നെ കൊടുക്കുന്നത്. ഓക്കെ. അമലിന്റെ പണ്ടത്തെ വീഡിയോസിന്റെ താഴത്തൊക്കെ ബ്രോ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ എന്ന് പറഞ്ഞു വന്ന ആളാണ് ഈ അൺബോക്സിംഗ് ഡ്യൂഡ്. ഇപ്പൊ ആള് അത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ കമന്റ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ ആള് ഈ പറഞ്ഞ പോലെ വൻ റീച്ചിൽ നിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ഉണ്ടോ? ഹൗ ഇസ് ദാറ്റ് റിലേഷൻ? കോൺടാക്ട് ഉറപ്പായിട്ടും ഉണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഞാൻ അൺബോക്സിംഗിലൂടെ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ട്, ആ സമയത്ത് ഈ ചെറുക്കൻ ടെക്കായിരുന്നു ഒന്നേ. ടെക്കിലായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിരുന്നു. ഇംഗ്ലീഷിലൊക്കെ വീഡിയോ ചെയ്യായിരുന്നു, അടിപൊളിയായിരുന്നു. ആ സമയത്ത് അൺബോക്സ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള US ചാനലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് കണ്ടന്റ് ഒക്കെ അവനുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. അതിൽ പുള്ളി അങ്ങ് കയറിപ്പോയതാണ്. പിന്നെ ടെക്കിൽ കണ്ടിട്ടില്ല. പക്ഷേ ഐ എം സോ ഗ്ലാഡ്, നല്ല രീതിക്ക് വളർന്നു. അതേപോലെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പലരും നല്ല എന്നെക്കാളും വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്ന ആളുകൾ ഡൗട്ട് ചോദിക്കുമല്ലോ. ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ എന്തൊരു വീഡിയോ ഉണ്ട്, യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആയി നിൽക്കാനുള്ള ടിപ്പുകൾ എന്ന്. അങ്ങനെ ഇപ്പൊ ഞാൻ ചോദിച്ചാൽ പറയുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പം ഭയങ്കരമായിട്ട് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ഒരാൾക്ക് ഇപ്പം മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻഫർമേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് എന്റർടൈൻമെന്റ് ഉണ്ട്, എന്റർടൈൻമെന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കോമഡി ഉണ്ട്, എന്തുകൊണ്ട്. അതല്ലെങ്കിൽ ടെക് റിവ്യൂ ആണെങ്കിൽ ടെക് റിവ്യൂ, ഏത് സാധനവും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡിൻ്റെ അകത്ത് അവനെ വീഡിയോക്കകത്ത് പിടിച്ചിരുത്താൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടിപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അവിടെയാണ് ഒരു വീഡിയോയുടെ റിട്ടൻഷൻ മൊത്തം വരുന്നത്. പിന്നെ വീഡിയോസിന്റെ ലെങ്ത് ഒരു 7 മിനിറ്റിന് മേളിലോട്ടാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ അൽഗോരിതം, യൂട്യൂബിന് ഇപ്പോഴത്തെ അൽഗോരിതം മൊത്തത്തിൽ AI ആണ്. അപ്പോൾ AI കുറച്ചുകൂടി പുഷ് ചെയ്ത് വിടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കൺസിസ്റ്റൻസി, ഒരു ടൈമിൽ, അതായത് എല്ലാ ദിവസവുമാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം വയ്ക്കുക. 9 മണി എന്നാണെങ്കിൽ 9 മണി തന്നെ വയ്ക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ കംപ്ലീറ്റ് AI അൽഗോരിതം ഇപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം ടൈം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് അവന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യും. അതായത് ഷോർട്സ് കുറെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ, കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കമന്റിൽ വെറും ഒരു അടി കൂടിയാലും മതി, അതും ഒരു എൻഗേജ്മെന്റ് ആയിട്ടാണ് യൂട്യൂബ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫസ്റ്റ് 10 സെക്കൻഡ് റിട്ടൻഷൻ കീപ്പ് ചെയ്യുക. സിമ്പിൾ. എല്ലാവർക്കും വളരാൻ പറ്റും. എത്ര വേണം? ഞാൻ 5 ചോദിച്ചു. 5. ഓക്കെ. മൂന്നാമത്തത്, ഒരു തംബ്നെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്താണോ തംബ്നെയിലിന്റെ കണ്ടന്റ് അതിനെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക, ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യുക. ഒരു തംബ്നെയിലിന്റെ ഒരു ബോക്സ് ആണെങ്കിൽ ഇപ്പോൾ ലെറ്റർ ആണെങ്കിൽ ലെറ്റർ, അല്ലെങ്കിൽ എന്താണോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതിനെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. പിന്നെ 4-മത്തെ ടിപ്പ്, ഓഡിയോ. എല്ലാവരും
ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ടല്ലാതെ എടുക്കുന്ന ഒരു കാര്യമാണ് ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം നല്ലതാവോ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആളുകൾ ഇരിക്കാനുള്ള ഒരു ടെൻഷൻ കൂടുതലായിരിക്കും. 5ാമത്തെ ടിപ്പ് പറയുകയാണെങ്കിൽ ടൈറ്റിൽ. ഇപ്പോൾ ഒരു സൈക്കോളജിയാണ്, ഫീമെയിൽ ഓഡിയൻസ് ആണ് കൂടുതലെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാതെ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ ഓഡിയൻസ് കൂടുതലായിട്ട് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ മെയിൽ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഓരോ വേർഡിൻ്റെയും ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഫുൾ ക്യാപ്സ് ഇട്ട് കഴിഞ്ഞാലും മെയിൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു സൈക്കോളജിയാണ് യൂട്യൂബിൻ്റെ അകത്തുള്ളത്. ഭയങ്കര ന്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഫീമെയിൽ കോണ്ടന്റ് ഇംഗ്ലീഷിലൊക്കെ വീഡിയോ ഇടുന്നവർ, ഇപ്പോൾ ഈ മലയാളത്തിലുള്ള എല്ലാവരും മലയാളത്തിലല്ലേ ടൈപ്പ് ചെയ്യുന്നത്, ഇംഗ്ലീഷിൽ ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ലോവർ കേസ് ആയിരിക്കും ഈ ടൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും. ഈ ഫാഷൻ വ്ളോഗേഴ്സും ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്ന വ്ളോഗ്, ഈ ഫീമെയിൽ വ്ളോഗേഴ്സ് ഒക്കെ അങ്ങനെയായിരിക്കും. മലയാളത്തിൽ ചെയ്യുന്നവർ എന്ത് ചെയ്യും? മലയാളത്തിൽ ചെയ്യുന്നവര് പാടാണ്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഇനി ഒരുപാട് സീക്രട്ട് ഹാക്കുകൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണല്ലോ, ഞാൻ കുറച്ച് സീക്രട്സ് ചോദിക്കാം. അത് പറഞ്ഞു കേട്ടോ. അതിനകത്ത് ഹാക്സും ഉണ്ട് അല്ലാണ്ടും ഉണ്ട്. ഓക്കെ, പറ്റാവുന്നതൊക്കെ പറയണേ. പറ്റാവുന്നത് പറഞ്ഞാൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. ഓക്കെ, ഒരു സീക്രട്ട് ഐഫോൺ ഹാക്ക് കുറെ പറഞ്ഞിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ പറയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ. പറയാത്തതോ? ഐഫോൺസിൽ ലൈക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ ഐഫോൺസിൽ എൻജോയ് ചെയ്യുന്നത്, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വെറുതെ ഇരിക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു ഫണ്ണി ഫേസ് ആയിരിക്കും. ആ ഒരു ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് പെട്ടെന്ന് സ്റ്റിക്കർ ഉണ്ടാകും, കോപ്പി പേസ്റ്റ് ചെയ്ത്. അത് ഭയങ്കര എല്ലാവർക്കും അറിയാം. അത് തന്നെ ഐഫോൺ തന്നെ അറിയിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ പിടിക്കുമ്പോൾ അതിനകത്ത് വരുമല്ലോ കോപ്പി പേസ്റ്റ്. അങ്ങനെ അതാണ് സീക്രട്ട് ഹാക്ക്. സീക്രട്ട് വേണം അല്ലേ? സീക്രട്ട് പറയാതിരിക്കണല്ലേ നല്ലത്. എന്നിട്ട് പിന്നെ സീക്രട്ട് ഐഫോൺ ഹാക്ക്, സീക്രട്ട് നോബഡി വാണ്ട്സ് യു ടു നോ. ആളുകളിലേക്ക് ഇങ്ങനെ ഇരുത്താൻ വേണ്ടി നമ്മൾ പറയണേ. അത് പറ്റില്ല. നമ്മള് ജെന്യുവൻ ആയിരിക്കണം. പറ. സ്കിപ്പ് ഐഫോൺ ഞാൻ ഉപയോഗിക്കാറില്ല. സീക്രട്ട് ഇമെയിൽ ഹാക്ക്. ഇമെയിൽ പറ. ഇതൊക്കെ ഉണ്ടാക്കി ഇത് ആരും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കണേ? ഇമെയിലൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുവോ? ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുവോ? അതെന്താ ഉപയോഗിക്കാത്ത? എല്ലാരും ഉപയോഗിക്കാറൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും ഉപയോഗിക്കാറില്ല? എനിക്ക് എന്റെ മാനേജറാണ് എന്റെ ഇമെയിൽ ഒക്കെ നോക്കാറ്. അത് നിങ്ങളിപ്പോ മാനേജർ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ ആലോചിക്കട്ടെ. ഇത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഇമെയിൽ അയക്കാൻ അറിയോ? ജസ്റ്റ് ഇമെയിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന, അതായത് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലോക്ക് ഇടാൻ പറ്റും. നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ മാത്രം അൺലോക്ക് ആവുന്ന രീതിയിൽ ഒരു ലോക്ക് ഇടാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റും കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ 2 മണിക്കൂർ കൊടുത്താൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഒരു ഇമെയിൽ കംപ്ലീറ്റ്ലി സെൽഫ് ഡിസ്ട്രക്റ്റഡ് ആവും. അതെന്തിനാണ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ അയക്കുന്നത്? അയക്കാതിരുന്നോ പറയാൻ? അതെന്തിനായിരിക്കും? അതെ, ശരിക്കും എനിക്ക് ജെന്യുവൻ ഡൗട്ട് ആയിരുന്നത്. അത്ര കഷ്ടപ്പെട്ട് ഇത്രയും കാര്യമായിട്ട് നമ്മൾ എന്തിനാ അങ്ങനെ ഒരു മെയിൽ അയക്കുന്നത്? ലൈക്ക് ഇപ്പോഴും വീട്ടിലൊക്കെ പ്രശ്നങ്ങളുള്ള കപ്പിൾസിന് ചാറ്റ് ചെയ്യാൻ തൂക്കൂലല്ലോ. വായിക്കുക, അവിടെ ഇട്ടിട്ട് പോയാലും കുറച്ച് കഴിയുമ്പോൾ അത് ഡിലീറ്റ് ആയിക്കോളും. ഞാൻ വേറെ ഒന്നും പറയാൻ വന്നത്. വേറെന്താ പറയാ? ഒന്നുമില്ല, ഞങ്ങൾ വീട്ടിട്ടോളാം, പുറത്തിറങ്ങി. നിങ്ങൾ അതൊക്കെ വെച്ച് തംബ്നെയിൽ ഉണ്ടാക്കുക. A secret that nobody knows about you or your channel. എന്നെ പറ്റി വേണോ അതോ ചാനലിനെ പറ്റിയിട്ടല്ലേ? രണ്ടും. ചാനലിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ്സ് മലയാളത്തിന് ഒരു ഇംഗ്ലീഷ് ചാനലുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. ഗാഡ്ജറ്റ് 1 മലയാളത്തിന്, ഗാഡ്ജറ്റ് 1 ഇംഗ്ലീഷ് എന്നാണ് ഇല്ല, പേര് വേറെയാ. അതെന്താ സീക്രട്ടാ? അതെന്തിനാ അങ്ങനെ ഒരു ചാനൽ, സീക്രട്ട് ചാനൽ? ലൈക്ക് ഇല്ലെങ്കിൽ മലയാളികൾ വന്നിട്ട് കാണൂലേ, അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഓഡിയൻസ് വരൂലേ, അതിനേക്കാളും അവര് മലയാളത്തിൽ കണ്ടത് തന്നെ ഇംഗ്ലീഷിൽ കാണേണ്ട കാര്യമില്ലല്ലോ. സെയിം കോണ്ടന്റ് കണ്ടുപിടിച്ച അവസാനം എല്ലാത്തിനും ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ട്. A secret that a techie never tells you about. യൂട്യൂബേഴ്സ് അല്ല, നിങ്ങളോട് പറയാത്ത ഒരു ടെക്കി ഒരിക്കലും ഷെയർ ചെയ്യാത്തൊരു സീക്രട്ട്. ടെക്കി ആക്ച്വലി നമ്മളെ ടെക്കി എന്ന് വിളിക്കാൻ പറ്റും. ഒരു ഗാഡ്ജറ്റ് ഫ്രീക്ക്. അതന്നെ, സെയിം നേരത്തെ പറഞ്ഞത് തന്നെ, എല്ലാത്തിനും ഉത്തരവുണ്ട്. അത് പിന്നെ ഓഫ് കോഴ്സ് ഇതാണല്ലോ പണി. ഈ ഷാരിഖ് ഷംസുദ്ദീനെ പോലെ സംസാരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാനോ?
ഇടയ്ക്ക് ഒരു സംസാരത്തിന്റെ ടോണിൽ എവിടെയോ അങ്ങനെ ഷാരിഖ് ഷംസുദ്ദീന്റെ ഒരു ഫീൽ ഞാൻ ട്രേഡിങ് പഠിപ്പിച്ചാലോ അല്ല പെട്ടെന്ന് തോന്നിയ പുറത്ത് പറഞ്ഞ ഒരു ടെക്കി നമ്മളടുത്ത് പറയാത്തതോ? ഒരു ഗാഡ്ജറ്റ് ഒരു നമ്മളടുത്ത് ഷെയർ ചെയ്യാത്തത്. യൂട്യൂബ് ബേസ് ചെയ്ത് പറഞ്ഞാൽ മതിയോ? നമുക്ക് പൊതുവെ എല്ലാ യൂട്യൂബേഴ്സിനും ഒരു ലോക്കൽ വെണ്ടർ കാണും. നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത ഫോണോ അല്ലെങ്കിൽ നമുക്ക് കയ്യിലിരിക്കുന്ന ഫോണോ വിറ്റ് പൈസയാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? നമുക്കിപ്പോൾ കുറെ ഒരു 10 ഫോണുണ്ട്. എനിക്ക് OnePlus തന്നതാ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതല്ല. നമ്മുടെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ലോക്കൽ ഒരു സീക്രട്ട് വെണ്ടർ കാണും. പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഇത് ലൈക്ക് ഏറ്റവും മാക്സിമം റേറ്റിൽ തിരിച്ചെടുത്ത് നമുക്ക് പൈസ തരും. അപ്പൊ ദൈവമേ, ആ ലോക്കൽ വെണ്ടർ എവിടെയായിരിക്കും? അവരുടെ പോയിട്ടാണോ ഞങ്ങൾ ഈ ഫോണൊക്കെ വാങ്ങുന്നത്? അത് നമുക്കതൊന്നും അറിഞ്ഞൂടാ. അതായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. അല്ല, ലാസ്റ്റ് എപ്പോഴാ കാശ് കൊടുത്ത് ഫോൺ വാങ്ങിയേ? അയ്യോ പറ. ലാസ്റ്റ് കാശ് കൊടുത്ത് ഫോൺ വാങ്ങിയത് എനിക്ക് തോന്നുന്നു 2020-ലായിരിക്കും. 19 അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇപ്പൊ ഏത് ഫോൺ ഉപയോഗിക്കുന്നത്? എത്ര OnePlus 11 S23 Ultra'യും രണ്ടും ബ്രാൻഡ് തന്നതാ. എന്തിനാ പിന്നെ കാശ് എന്നൊക്കെ. സീക്രട്ട് ഇൻസ്റ്റഗ്രാം ഹാക്ക്. സിമ്പിൾ മെത്തേഡ്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാല് തിങ്കൾ മുതൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യാൻ കണ്ടന്റ്. റീൽസ് ഒരു മന്ത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റീച്ച് ആവും. ഡെഫിനറ്റ് ആയിട്ട് റീച്ച് ആവും. എന്ത് കണ്ടന്റ് ആണെങ്കിലും അത് പക്ഷെ ഒരു നീഷ് നമുക്ക് കാണുമല്ലോ. അതേപോലെ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ, ഒരു റീല് നമ്മൾ പബ്ലിഷ് ചെയ്യപ്പോൾ എല്ലാവരും ഒരുപാട് ഹാഷ്ടാഗുകൾ ഇടും. ഒരു ബന്ധമില്ലാത്ത ഹാഷ്ടാഗുകൾ ഇടും. ആക്ച്വലി ഇൻസ്റ്റഗ്രാം പറയുന്നത് തന്നെ ഒരു 10 ഹാഷ്ടാഗ് മതി, അല്ലെങ്കിൽ 10-ന് താഴെ ഹാഷ്ടാഗ് മതി. അതും റിലേറ്റഡ് ടു ദാറ്റ് കണ്ടന്റ്. ആൻഡ് ഹാഷ്ടാഗ് വൈറൽ റീൽ എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് എക്സ്ട്രാ കയറാൻ ചാൻസ് ഉണ്ട്. അത് ദാറ്റ് വർക്ക്സ് എന്നല്ലേ. പക്ഷെ ഈ ആൾക്കാർ പൊതുവെ കേരള ഫാഷൻ, ഇൻസ്റ്റ വൈറൽ എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങൾ വെറുതെ ഇടാറുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, ഞാനും ഉൾപ്പെടെയുള്ളവർ ഇട്ടിട്ടുണ്ട്. അതെല്ലാരും ഇടുന്നുണ്ട്. അത് ഇപ്പൊ ഒരാൾ ഇടുന്ന കാണപ്പാ എന്നാ നമുക്ക് റീച്ച് കിട്ടും, ചിലപ്പോൾ റീച്ച് കിട്ടുമായിരിക്കുന്നു. ഓക്കെ. ആ സീക്രട്ട് സ്മാർട്ട് ഫോൺ ഹാക്ക്. സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും 100% ചാർജ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ എപ്പോഴും ഒരു 20%-ന് താഴെ ആവാതെ നോക്കണം, എന്നാൽ 80%-ന് മേളിലാവാതെ നോക്കണം. എപ്പോഴും ചാർജ് ചെയ്യേണ്ടത് 20%-നും 80%-നും ഇടയ്ക്കായിരിക്കണം. ഇപ്പോൾ 0 to 100 ആയി കഴിഞ്ഞാൽ ഒരു ചാർജിങ് സൈക്കിൾ കഴിയും. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ബാറ്ററി ടോട്ടൽ ഹെൽത്ത്, അതായത് ഒരു 2 വർഷം ഉപയോഗിക്കേണ്ട ഒരു ബാറ്ററി ചിലപ്പോൾ 1 വർഷം കൊണ്ട് ഡ്രെയിൻ ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞു തുടങ്ങും. പക്ഷെ ഇതേ സാധനം ഞാൻ നേരെ തിരിച്ചും കേട്ടിട്ടുണ്ടല്ലോ. മിക്കവാറും ആളുകൾ ഒരു 20% ഒക്കെ ആവുമ്പോഴത്തേക്കും ചാർജ് ചെയ്യുകയും ചെയ്യും. 100% തൊട്ട് ആവാനും നിൽക്കൂല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അല്ല, അങ്ങനെ ചെയ്യാൻ നിൽക്കൂലെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു മന്ത്സിന്റെ വൈകിയെങ്കിലും ഫുൾ ഡ്രെയിൻഡ് ഔട്ട് ആയി ബാറ്ററി ഫുള്ള് യൂസ് ചെയ്ത് തീരും. അതായിരുന്നു അത്. നമുക്ക് ഇപ്പോ അങ്ങനെ അതും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ലിഥിയം പോളിമർ ബാറ്ററീസ് അല്ലേ. ലിഥിയം പോളിമർ ബാറ്ററീസിൽ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർജിങ് രീതി ഇതാണ്. അതെ, ഇപ്പോൾ ഉള്ള എസ്പെഷ്യലി ഐഫോൺസിന്റെ ബാറ്ററി പെട്ടെന്ന് അതിന്റെ കപ്പാസിറ്റി കുറയും. 16% ചാർജ് ഉള്ള ഞാൻ സീക്രട്ട് യുവർ സക്സസ്. സീക്രട്ട് യുവർ സക്സസ്, അതാണ് നമ്മുടെ ലാസ്റ്റ് ചോദ്യം. അതെന്താ? ഇതൊക്കെ പറയണ്ടേ, എന്നാലേ ബാക്കി കേൾക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ ആവുള്ളൂ. അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. ഹാർഡ് വർക്ക് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം സ്മാർട്ട് വർക്കും ചെയ്യുക. ഹാർഡ് വർക്ക് മാത്രം ചെയ്തു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായിരിക്കും. ഹാർഡ് വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നതിന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ത് കാര്യമുള്ളത്? സ്മാർട്ട് വർക്കും വേണം, അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്കും വേണം, ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇത്രയും ലോസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആർക്കും ഉണ്ടാക്കാം. സൗന്ദര്യത്തിന് സൗണ്ടിനും ഉണ്ട്. സൗണ്ടിനുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. താങ്ക് യു. സൗന്ദര്യം ഞാൻ സമ്മതിച്ചല്ല, മനസ്സിലായിട്ടില്ല. ഇനി ആസ് എ യൂട്യൂബർ ചെയ്യില്ല, കഴിഞ്ഞു ലാസ്റ്റ് വേണ്ടത്. ഇനി ആസ് എ യൂട്യൂബർ ഞാൻ ഇത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്മാർട്ട് ഫോൺ റിവ്യൂ പെയ്ഡ് ആയിട്ട് ചെയ്യൂല എന്നുള്ളത്. ഫൈനലി അതങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഇന്റർവ്യൂ തീർന്നിരിക്കുകയാണ് സുഹൃത്തെ. ഹൗ വാസ് ഇറ്റ്? അടിപൊളിയായിരുന്നു.
ഞാൻ ആക്ച്വലി ലൈക്ക് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയി എക്സ്പെക്ട് ചെയ്തത്. വെള്ളം കുടിച്ചു കുറച്ച്. വെള്ളം കുടിച്ചാ? കുറച്ച്. കുഴപ്പമില്ല. ഇത് ഇനി എന്തോരം വെള്ളം കുടിക്കാൻ കിടക്കുന്നു. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാവട്ടെ. ഇനി ഒരുപാട് ഇന്റർവ്യൂസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.